സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് രേണു സുധി. ടെലിവിഷൻ മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ മരണത്തോടെയാണ് രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങിയത്. ഫോട്ടോഷൂട്ടും ഷോർട്ട് ഫിലിമും റീൽസുകളും ഒക്കെയായി എല്ലാ ദിവസവും രേണു പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട്. രേണുവിന്റെ പല റീൽസുകളും വിവാദങ്ങളും സൃഷ്ടിക്കാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിനോടൊപ്പം തന്നെ കടുത്ത സൈബർ ആക്രമണവും രേണു സുധി നേരിടുന്നുണ്ട്. രേണുവിന്റെ വീഡിയോകൾക്ക് താഴെ കടുത്ത ഭാഷയിലാണ് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് പലരും കമന്റുകൾ ഇടുന്നത്. ഇതുകൂടാതെ ഭർത്താവ് മരിച്ച ശേഷം പല മാർഗങ്ങളിലൂടെ റീച്ച് ഉണ്ടാക്കാനുള്ള രേണുവിന്റെ ശ്രമങ്ങളെ നിരവധി പേർ വിമർശിക്കുന്നു. എന്നാൽ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്നും മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള ജീവിതമെന്നും പല അഭിമുഖങ്ങളിലും രേണു വ്യക്തമാക്കിയിട്ടുണ്ട്. രേണുവിന് പിന്തുണ നൽകുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. ഭർത്താവ് മരിച്ച ശേഷം ഭാര്യ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കണമെന്ന നിലപാടിനെയും ഇവർ ചോദ്യം ചെയ്യുന്നു. അഭിമുഖങ്ങളിൽ വളരെ കൃത്യമായി മറുപടികൾ നൽകുന്ന രേണുവിന് പതിയെ പിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണ അനുഭവമാണ് രേണു പങ്കുവെക്കുന്നത്. പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയിടിച്ച് വീണത്. ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത്. ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് പ്ലാറ്റ്ഫോമിലേക്ക് രേണു വീണത്. ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായത്. പിന്നാലെ ആശുപത്രിയിൽ പോയി CT സ്കാൻ ഉൾപ്പെടെ എടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. താൻ ട്രെയിനിൽ നിന്ന് വീണ അനുഭവം പങ്കുവെക്കുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ വീഡിയോയ്ക്ക് താഴെയും പരിഹാസ കമന്റുകളാണ് വരുന്നത്. ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്നാണ് ഒരാൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും അയാളെ പരിഹസിക്കാനുള്ള മനോനിലയെ വിമർശിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ അലിൻ ജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു. ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ സിനിമാ നിരൂപണം പറഞ്ഞാണ് അലിൻ ജോസ് പെരേര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. അലിൻ ജോസുമായുള്ള റീൽസുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിന്റെ വിവിധ ഭാഗങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. തൻസീർ കൂത്തുപറമ്പാണ് ആൽബത്തിന്റെ സംവിധായകൻ. രേണുവിന്റെ അഭിനയത്തെ വിമർശിച്ചും നിരവധി പേർ കമന്റുകൾ ഇടുന്നുണ്ട്. നിരവധി പേരാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനും മറ്റുമായി രേണുവിന്റെ അടുക്കലെത്തുന്നത്. സിനിമകളിലും വൈകാതെ താൻ അഭിനയിക്കുമെന്നുള്ള പ്രതീക്ഷയും രേണു പങ്കുവെക്കുന്നുണ്ട്.